എല്ലാവർക്കും ബിജെക്സ് കിച്ചണിൽ സ്വാഗതം. ഞാൻ എൻ്റെ സ്വന്തം പ്രേസൻ മോന. ഇത് നിങ്ങളുടെ സ്വന്തം ബിജെക്ക്. കോപ്പിക്കാട്ടെ എല്ലാവരുടെയും സ്വന്തം ബീച്ചേച്ചി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളുടെ ഇവിടെയും സുഖമായിരിക്കുന്നു. അപ്പം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരുടെയും സ്വന്തം പ്രൈസൻ അച്ചാച്ചനെ കണ്ടല്ലേ. അപ്പോഴ് എന്തുകൊണ്ട് വിശേഷം? ഇന്നലെ വന്ന കമൻസുകളൊക്കെ വായിച്ചിട്ട് എൻ്റെ കർത്താവേ, എന്നെ ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ നെഗറ്റീവ് കമൻറ്റ്? ചിലപ്പോൾ അങ്ങ് നമുക്കൊരു എന്നോടൊന്നും മിണ്ടല്, നെവർ മൈൻഡ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും മിണ്ടണ്ടെന്ന് പറഞ്ഞൊക്കെ നമ്മളിരിക്കും. പിന്നെ ആ വ്യക്തി തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുടെ താഴെ ചെന്ന് അവരെയും കുറ്റം പറയുക, കളിയാക്കി ചിരിക്കുക, അമ്മച്ചി എന്നൊക്കെ വിളിക്കുക ഓരോരുത്തരെ, അങ്ങനെയൊക്കെ. അപ്പം എന്തോ ചെയ്യണം ഞാൻ? പറ. മനഃപൂർവ്വം നമ്മളെ ടാർഗറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് വൈകിട്ട് വന്ന് ഒരു കമൻ്റ് ഇട്ടായിരുന്നു, എനിക്ക് ഇനി ഇരുന്ന് വർത്താനം പറയുന്നത് ഇഷ്ടമല്ല, കുക്കിങ്ങാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും നെഗറ്റീവായിട്ട് വന്നു പറഞ്ഞ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങളുടെ കുക്കിംഗ് ഒന്നും കൊള്ളത്തില്ല. വേണ്ട, അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ നിങ്ങളെ ഒരു ദിവസം ഇന്ന് എൻ്റെ ഒരു ആൻറ്റി ഇവിടെ ബോർവില്ലിൽ പറഞ്ഞായിരുന്നു, അന്നില്ല നൊങ്ക് പനം തേങ്ങയുടെ അത് ഞങ്ങൾ വാങ്ങിച്ചത് കാണിച്ചില്ലേ? അത് ചൂട് സമയത്ത് ബോഡിക്ക് നല്ലതാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ആൻറ്റി അടുത്തും. അത് കഴിക്കുന്നത് നല്ലതാണ്, ബോഡിക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ആൻറ്റിക്ക് കിട്ടിയത് എത്ര? 170 റുപ്പീസിന് 24 പീസ് കിട്ടി. ഞങ്ങളെ ഇവിടെ കളിപ്പിച്ച്, ഞങ്ങൾക്കും അത്രയും റേച്ചാൻ എവിടെയും ബാർഗിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്കും. ആദ്യമായിട്ടല്ലേ ഞങ്ങൾ വാങ്ങിക്കുന്നത്. ഞങ്ങൾ ചിന്തിച്ച അയാൾ ഒരു ഡസൻ 140 രൂപ എന്നാ പറഞ്ഞാൽ, ഞങ്ങൾ അന്നേരം അര ഡസൻ ഞങ്ങൾ ചിന്തിച്ചാൽ മൊത്തത്തിലുള്ള കരിക്കോട് കൂടിയാണ് കിട്ടുന്നതെന്ന്. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞല്ലേ അറിഞ്ഞത് ഇങ്ങനെ 2 എണ്ണത്തിൽ നിന്നുള്ള 3 കിട്ടിയെന്ന്. അങ്ങനെ അല്ലെങ്കിൽ റേച്ചാൻ ബാർഗിൻ ചെയ്തതിനായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ ഇത്തിരി വിലയാണ്. അപ്പം ആൻറ്റിക്കും അവർ എത്ര കുറവാണ് പറഞ്ഞത്. പിന്നെ 100 രൂപയ്ക്ക് എത്ര എണ്ണമായിരുന്നു പറഞ്ഞാൽ ഓർക്കുന്നില്ല. 10 എണ്ണം തോന്നുന്നു 100 രൂപയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഡാഡിയും പോട്ടെ, ആൻറ്റി പറഞ്ഞു 13 എണ്ണം എന്താന്ന് പറഞ്ഞു. അങ്ങനെ 13 എണ്ണമൊക്കെ കൊടുത്തു. പക്ഷെ നല്ലതായിരുന്നു അന്ന് ബോർവില്ലി സ്റ്റേഷൻ്റെ അവിടെ. ഈ സമയത്തൊക്കെ ബോഡിക്ക് അയ്യോ എന്തോ ചൂടെന്ന് വെച്ചാൽ ചൂട് സഹിക്കാൻ പറ്റത്തില്ല. ലില്ലിയോടെ പ്രൈസൻ. എന്നിട്ട് നിങ്ങൾ ഈ ക്രിക്കറ്റ് കളിക്കാൻ എന്തിനാ പോന്നെ? ചൂടല്ലേ, വെയിലില്ല, ധൂപ്പില്ലയോടാ? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നിട മാത്രം വെയിലില്ലാതെ അവിടെ അടിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? പിന്നെ എന്താ? എന്താ സ്റ്റൈല് കുറവാണോ? നീയായിട്ട് ഞാൻ ചാലായിട്ടായിരിക്കുന്നത്. പിന്നെന്തുവാ വ്യത്യാസം? എന്തുവാടാ? പിന്നെ ഇന്നലത്തെ എൻ്റെ ഡ്രസ്സ് ഒരു പഴയ ചുരിദാറാണ്. അത് ഇച്ചിരി കഴുത്ത് ഇത്തിരി ഒന്ന് ഇറങ്ങിപ്പോയി. അതാണ് ഞാൻ ഷോൾ ഇട്ടത്. കുറേ പേര് പറഞ്ഞ് നല്ല രസമുണ്ട്, നല്ല കളറാ, ചേരുന്നുണ്ടെന്നൊക്കെ. അതൊരു ബ്ലാക്കാ. എനിക്ക് മൊത്തം ഡ്രസ്സ് എടുത്തോണ്ട് തരുന്നത് ബെൻസി ആയിരുന്നു. കാരണം ഞാൻ അങ്ങനെ പോയി വാങ്ങിക്കാറേ ഇല്ല. അവൾക്ക് തുണികളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ നന്നായിട്ട് അറിയാം. കോട്ടൺ തുണികൾ അവിടെ അടുത്ത് അവൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ജോസങ്കിൾ കോവിയാക്കെ. അപ്പോൾ അവിടെ സ്ഥിരം കോട്ടൺ തുണികളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അവളായിരുന്നു എനിക്ക് തയ്ച്ചുകൊണ്ട് തരുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾ പോയാൽ പിന്നെ എനിക്ക് ഡ്രസ്സുകളും എല്ലാം നൈറ്റ് അതിലും എല്ലാം അവളാണ് വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ അങ്ങനെ വെളിയിൽ പോയി അങ്ങനെ ഞാനങ്ങനെ എടുത്താലൊട്ട് ഫ്ലോപ്പും ആവും. ഞാൻ കഴിഞ്ഞ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു കൂർത്തി നല്ല രസം ഉണ്ടായിരുന്നു. മീഷോയിൽ നിന്നാണോ ഇവിടുന്നോ, 600 രൂപ. കാണാനൊക്കെ ഭംഗിയുണ്ടായിരുന്നു. വന്ന് ഒരു കഴിയുമ്പോഴത്തേനും അതിൻ്റെ കോട്ടനൊന്നും അല്ലായിരുന്നു. അതിൻ്റെ നൂലുകളെല്ലാം അങ്ങ് പൊങ്ങി വല്ലാത്ത
ഓരോ പറച്ചില്ല പറ. ആ ശരിയാ, ഒത്തിരിയും പ്രാവശ്യമായി ഞങ്ങളുടെ വോളിബോളും ഒക്കെ അങ്ങനെ ആയെന്ന്. സത്യം തന്നെ ഈ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്ന എങ്ങനെയൊന്നും ഫ്ലോപ്പ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. മിക്ക സ്ഥലത്തും ആമസോണിൽ നിന്നായിരുന്നോ? അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ വേറെ ഒന്നും അങ്ങനെയില്ല, കാരണം അതുണ്ടാക്കിയാൽ മതിയായിരുന്നു. അപ്പം രാവിലത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പാത്രം കഴുകക്കും അങ്ങനെ വെള്ളം ഒഴിച്ചു, അങ്ങനെയുള്ള രാവിലത്തെ കുറേ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതൊക്കെ എടുത്തു തന്നു. ഞാൻ ഉപ്പ് വെള്ളത്തിൽ മീൻസ് ആദ്യം 1-2 പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ ആ വെള്ളത്തിൽ ഉപ്പും വിനാഗിരി ഇട്ടിട്ട് കുറച്ച് നേരം ബീഫ് വെക്കും. എന്നിട്ട് നമ്മൾ നന്നായി കഴുകുമ്പം അതിൻ്റെ ആ ബ്ലഡെല്ലാം നന്നായി ഇറങ്ങി ആ ഉളുമ്പ് ഇതൊക്കെ അങ്ങ് പോവും. ഞാനിപ്പം അച്ചാറിടാനാന്നേലും മീനാന്നേലും ബീഫാന്നേലും ഇതുപോലെ ചെയ്യുന്നത്. ആദ്യം 1-2 പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വിനാഗിരി ഉപ്പ് ഒഴിച്ച് ഇട്ട് വെക്കും. ഞാനിവിടെ ബീഫിന് വേണ്ടി ഇങ്ങനെ ഉരുളി വെച്ചിട്ട് ആദ്യം കുറച്ച് തേങ്ങാക്കൊത്ത്. ഇവിടെ തേങ്ങാക്കൊത്ത് ഈ പിള്ള ഇപ്പം പക്ഷേ പോൾ 1-2 എണ്ണമൊക്കെ തിന്നും. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടം, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ അകത്ത് ഈ തേങ്ങാക്കൊത്ത് പറക്കി തിന്നെ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ഇതൊരു 2 കിലോ ബീഫുണ്ട്. എന്നിട്ടൊരു 8-9 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഭയങ്കര വെള്ളമുള്ള സവാളയാണ്. അപ്പോൾ വഴന്ന് വരുമ്പം ഇച്ചിരി എല്ലാം കാണത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് അതൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഉരുളിയാകുമ്പോൾ എനിക്ക് നന്നായി ഇളക്കുകയൊക്കെ ചെയ്യാം. പെട്ടെന്ന് ചൂട് കയറി അത് നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അവർ രണ്ടും കൂടെ കളിക്കാൻ പോയിട്ടുണ്ട്. വേണ്ട നേരെ ഓപ്പോസിറ്റ് എനിക്ക് കിച്ചണിൻ്റെ അവിടെ നിന്നാൽ കാണാം അവന്മാരവിടെ ചിലപ്പോൾ അവിടെ കളിക്കും, ചിലപ്പോൾ ഇപ്പുറത്ത് കളിക്കും. ചൂട് സഹിക്കാൻ വയ്യ. എക്സോസ് ഇട്ടാൽ സൗണ്ടും കേൾക്കത്തില്ല, അതുകൊണ്ടാണ് എക്സോസ് ഇടാൻ. ചൂടാണേലും വെയിലാണേലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തല്ല ഒക്കത്തില്ല. ഇന്നിപ്പം ഇത് മതി. മോരുകറി ഇരിപ്പുണ്ട്, പയറുപാറ ഇരിപ്പുണ്ട്. ഇനി ഇതുകൂടെ ചെയ്താൽ മതി. അയ്യോ സഹിക്കാൻ വയ്യ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയി കുളിച്ചാലോ? പൈപ്പിൽ ഭയങ്കര ചൂടാണ് വെള്ളത്തിന്. ഇപ്പം തന്നെ ഭയങ്കര തിളപ്പിച്ച വെള്ളം പോലെ. ദിവസങ്ങളായിരുന്നെങ്കിൽ നമുക്ക് നല്ല തണുപ്പടിച്ചൊക്കെ ഇരിക്കായിരുന്നു. ഓക്കെ, ഇത് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടത്തില്ല. അപ്പോൾ ആ ഉള്ളിയും ടൊമാറ്റോയും എല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇട്ട് വഴറ്റിയിട്ട് ഇത്രയും വന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്, കാരണം ഈ ഉരുളി നല്ല ചൂടാണ്. അപ്പോൾ അതിലേക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാൻ പറഞ്ഞില്ലേ 2 കിലോ ബീഫിൻ്റെ ഇതാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തു. അപ്പം ബീഫിനും ചിക്കനൊക്കെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കും നന്നായി. അപ്പം നല്ല ടേസ്റ്റാണ് അതിൻ്റെ. അത് താല്പര്യമുള്ളവർ അത്രയും ചേർത്താൽ മതി, ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എങ്ങാനും ചേർത്താൽ മതി. 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കണം. ഞാനെന്തോ കുറച്ച് നേരം മൂപ്പിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കും. അപ്പോൾ ചെറിയ തീയിലേ. എന്നിട്ടത് അതിൻ്റെ അകത്ത് കിടന്ന് നന്നായി ഈ പൊടികളെല്ലാം അങ്ങ് വേവും. വെന്ത് വരും, നല്ലൊരു കളറ് വരുന്നിടം വരെ ഞാനിത് വഴറ്റിക്കൊണ്ട്. അന്നേരം നമ്മുടെ കറിക്കും നല്ലൊരു കളറ് കിട്ടും. അല്ലെങ്കിൽ പച്ചയുടെ ഇത് മാറിയില്ലെങ്കിൽ നമുക്ക് കറി ഒരു ടേസ്റ്റ് കാണത്തില്ല. നന്നായി ഞാൻ ഇങ്ങനെ മസാലയൊക്കെ ഇളക്കി കുറച്ച് നേരം അടച്ചു കൊടുത്തിട്ട് ഇപ്പം കണ്ടോ അതിൻ്റെ ആ പൊടികളുടെ കളറൂടെ നന്നായിട്ട് മാറിയത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുക്കറിൽ വേവിച്ച് അത് കുക്കറിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചില്ല, ആ ബീഫിൻ്റെ വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് നാട്ടിലാകുമ്പോൾ ഒരു ഇച്ചിരി എല്ലൊക്കെ കൂടിയ ബീഫ് കിട്ടുമല്ലേ, അത് കഴിക്കാനാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്.
അപ്പോൾ ഇവർക്കതൊന്നും ഇഷ്ടമല്ല. ഇവിടെ ഈ പിള്ളേർക്ക് ബീഫിനോട് അത്ര താല്പര്യമില്ല, അവർക്ക് ചിക്കനാണ് ഇഷ്ടം. പക്ഷേ റീച്ചാന് ബീഫാണ് ഇഷ്ടം, എനിക്കും ബീഫാണ് ഇഷ്ടം. വല്ലപ്പോഴും വാങ്ങിക്കും. ഇപ്പം ബീഫ് ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി, മാസമായെന്ന് തോന്നുന്നു. അപ്പം അച്ചാറിടണമായിരുന്നല്ലേ, അപ്പം അന്നേരം വീട്ടിലത്തേക്കിനൂടെ നമ്മൾ വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ വാങ്ങിക്കത്തില്ല. അപ്പം ബീഫിന് വിലയും കൂടി. ഈ 5-6 മാസത്തിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം ഇപ്പോൾ അവർ കൂട്ടി. അപ്പം നമ്മൾ അച്ചാറിനൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഉള്ള നോർമൽ റേറ്റിനേക്കായി കുറച്ചുകൂടെ കൂടും. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് നെയ്യെല്ലാം അവരെയും കൊണ്ട് കണ്ടിച്ച് മാറ്റിച്ചിട്ടല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ അവന്മാർ അതിൻ്റെയും കൂടെ വിലയെടുക്കും. അപ്പോൾ ഞാനിത് ബീഫ് ഇട്ടിട്ട് കുറച്ച് നേരം തിളച്ചു, ഒന്ന് ഇതായിട്ടുണ്ട്. ഇപ്പം ഒന്ന് മസാലയൊക്കെ പിടിച്ചതിൽ ഞാൻ എന്തോന്നീ കാണിക്കുക. പക്ഷെ അത് ക്ലിയർ ആയില്ല. ഇങ്ങനെ ഈ ചൂടത്തടുപ്പ് ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് വരുമ്പോഴേ എൻ്റെ ആ മൂക്കിൻ്റെ അവിടവും ആ ഒരു കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരിത്തിരി നമ്മുടെ ചൂടുകുരു അല്ല അത്, അതുപോലെ ഇങ്ങനെ കുറേ നേരം അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങ് അമങ്ങും. അതെന്തുവാന്നോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല കാര പോലൊക്കെ. ആർക്കറിയാം എന്തുവാന്ന്. ഒരു വല്ലാത്ത ഒരു കണ്ണിൻ്റെ ഒരു കൺകുഴി ഉണ്ടല്ലേ, അവിടെ ഒരു കുരു പോലെ എനിക്ക് വരും. അപ്പം ഞാൻ ഇതിന് ഇത്തിരി കടുകൂടെ വറക്കുന്നുണ്ട്. ബീഫിന് ഞാൻ കടുക് വറക്കുന്ന ഉടനെ ഇത്തിരി ഒരു 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കൊച്ചുള്ളി എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കൊച്ചുള്ളി ചേർത്തത്. പിന്നെ കറിവേപ്പിലയും. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചു. അതേസമയം ഇപ്പം നിങ്ങളെടുത്ത മസാലയുടെയൊക്കെ അതിൽ കുറവോ വ്യത്യാസമോ വല്ലതും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇതൊന്ന് മൂത്ത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തിട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ചൂടോടെ എടുത്ത് നമ്മൾ ഇത്തിരി കഴിച്ചോണ്ടേ ആ കുരുമുളകിൻ്റെ നന്നായിട്ട് ടേസ്റ്റ് അറിയാനുണ്ടായിരുന്നു. പക്ഷേ തണുത്ത് കഴിഞ്ഞ് അത്ര അറിയാനില്ലായിരുന്നു, കുരുമുളകിൻ്റെ എടുത്തറിയാനില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ തന്നെ ബീഫിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ ഇത് ഇച്ചിരി ചാറോട് കൂടിയാണ് അവർക്കിഷ്ടം. അപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുക്കും, ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ട് എടുത്താലും എനിക്കിഷ്ടമാണ്. പക്ഷേ അവർക്കാണെങ്കിൽ ഇച്ചിരി ചാറ് കൊടുക്കാം, ഇച്ചിരി ചാറായിട്ട് വേണമെന്ന് പറയും. പീസ് ഉണ്ടെങ്കിൽ കഴിവതും എടുത്ത് മാറ്റാം. ഇവരുടെ പല്ലേ പോകുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ഒരിത്തിരി സോഫ്റ്റ് പോലെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇപ്പോഴും കൊച്ചവൻ ഒട്ടും തൊടാറില്ല, മറ്റവൻ 1-2 പീസൊക്കെ കഴിക്കും. അവർക്കിത് കണ്ടപ്പോൾ തൊട്ട് കൊച്ചവൻ പറയാം പൊറോട്ട ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന്. ഞാൻ പറഞ്ഞ മോനെ ഇവിടുത്തെ പൊറോട്ട, ഞങ്ങളുടെ ഇവിടെ ഒരു മലയാളിയല്ല, അത് മായംഗ്ലൂറുകളാണെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നാൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചോണ്ട് നല്ല ലെയർ പോലുള്ള ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളല്ലാതെ വാങ്ങിക്കുമ്പോൾ വെറും മൈദ ദോശ പോലെ ഇത്തിരി കട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേ ഉള്ളൂ, അല്ലാതെ ഒരു ഇതുമില്ല. അത് ഈ പലരാണ് ഈ കുക്കിങ്ങിന്. അപ്പോൾ ഓരോരുത്തരുടെയും ആരാ എന്ന് വെച്ചാൽ അതനുസരിച്ച് വല്ല മലയാളികളും ചെയ്യുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. പൊറോട്ട എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്, മലയാളികളായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇരുതാണ്. ഇന്നാളെ എന്നോട് അഖിൽ പറഞ്ഞു ചേച്ചിക്ക് വീട്ടിലങ്ങ് പൊറോട്ട ഉണ്ടാക്കാൻ വയ്യായിരുന്നു. ഓ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോയാ, നമ്മളുണ്ടാക്കിയിട്ടും അങ്ങനെ നല്ല ലെയർ പോലൊന്നും വന്നില്ല. അപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഞാനൊരു സൺഡേ ഇങ്ങനെ ഞങ്ങളും പ്രേയറിന് പോയോണ്ടേ ഇത്രയും നാളാ കാന്താരി അവിടെ ഞങ്ങളുടെ ഈ പുളിമരം നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാൻ കണ്ടില്ല, ഇത് കാന്താരിയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ചുമന്ന് പഴുത്ത് നിന്നുകൊണ്ട് എനിക്ക് ഞാനങ്ങ് ആകെ സർപ്രൈസ് ആയെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ തിരിച്ച് വരുമ്പോഴത്തേന് ഇത് കാടുപോന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നോണ്ടേ സൊസൈറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നു ഇന്ന്, നമ്മൾ സൺഡേ ആയതുകൊണ്ട് അതിന് പറ്റിയില്ല. അപ്പോൾ അവരെല്ലാവരും കൂടെ റീച്ചാനെ ഇങ്ങനെ വരുന്നുണ്ടെന്നെ റീച്ചാനെ പിടിച്ച് നിർത്തി അവിടെ നിന്ന് ഓരോതൊക്കെ ക്രൂസുസ്ഥാനം ചെയ്ത് മീറ്റിങ്ങിന് ഇരിക്കാനുണ്ട്, ഫൈൻ അടിക്കുക, അതായത് അതൊക്കെ അവർ തമാശ പറഞ്ഞ അവിടെ നിന്നുണ്ടെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പോളും പോയി അവിടെ നിന്നുണ്ടെ ഞാൻ പോളിനോട് പറഞ്ഞിട്ടാ പോൾമാരെ തോണ്ടേ അങ്ങോട്ട് ആ ഗാർഡനിൽ കയറി ആ കാന്താരി ഇങ്ങി പിച്ചടാ, എനിക്കിത് നടണമെന്നും പറഞ്ഞിരിക്കുക. അങ്ങനെ അവൻ പോയി പിച്ചിക്കൊണ്ട് തന്നതാണ്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചേടാ പച്ച ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞ പച്ചയില്ലെന്ന്. ഇത് നേരത്തെ ഞാൻ ഈ കാന്താരി മരം ആണെന്ന് കണ്ടായിരുന്നെങ്കിൽ ആ പച്ച പോയി പിച്ചായിരുന്നു. എന്തോ പക്ഷേ എന്നിട്ട് ഞാൻ പഴുത്തത് തിന്നാൽ ഒരു ടേസ്റ്റ് ഇല്ല, ഒരെണ്ണം ഞാൻ കടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.